നമസ്കാരം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ ടെസ്റ്റുകൾ സംഭവിക്കുക എന്നുള്ളത് സാധാരണമാണല്ലോ. നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇനീഗോ മാർട്ടിനസ് അൽ നസറിലേക്ക് പോയത്. ഇപ്പോഴത്തെ മറ്റൊരു ഞെട്ടൽ വാർത്ത, മറ്റതുമല്ല, സാവിഞ്ഞോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവ സൂപ്പർ താരം, ബ്രസീലിയൻ സൂപ്പർ താരം ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്ത വരുന്നു. ടോട്ടനാം ഹോട്ട്സ്പർ താരത്തിനായിട്ട് രംഗത്തുണ്ട്. ഇതിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ടോട്ടനാം ഹോട്ട്സ്പറും തമ്മിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലബ്ബുകൾ തമ്മിൽ എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ മൂവ് ചെയ്യാൻ സാവിയോയും റെഡിയാണ്. സിറ്റി ആരാധകർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഏതായാലും അപ്രതീക്ഷിതമായ ഒരു നീക്കമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. മാത്യു മൊറാറ്റോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തേക്ക് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോയും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് അവിടെ നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ആ വിഷയത്തിൽ ഇന്ന് ഫബ്രീസിയോ കുറിച്ചിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, ടോട്ടനാം ഓപ്പൺ ക്ലബ് ടു ക്ലബ് ടോക്സ് ടു സൈൻ സാവിഞ്ഞോ ഫ്രം മാഞ്ചസ്റ്റർ സിറ്റി. നെഗോസിയേഷൻസ് ഓൺഗോയിങ് ബിറ്റ്വീൻ സ്പേഴ്സ് ആൻഡ് സിറ്റി. ഓൾസോ അണ്ടർസ്റ്റാൻഡ് സാവിഞ്ഞോ ഓപ്പൺ ടു മൂവ് ഇഫ് ദി ക്ലബ്സ് ക്യാൻ എഗ്രി ഓൺ ഫീ എന്നാണ്. സോ വെറുതെ പറയുന്നതല്ല, നല്ല സാധ്യത. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കിങ്സ്ലി കോമൻ്റെ കാര്യത്തിലാണ്. കിങ്സ്ലി കോമൻ ടു അൽ നസർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഫബ്രീസിയോ അടക്കമുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇതുവരെ ആ ഡീല് ഫബ്രീസിയോയുടെ ശൈലി പറഞ്ഞാൽ ഹിയർ വി ഗോ വിളിച്ചിട്ടില്ല. മറ്റ് സൗദി മാധ്യമങ്ങളും ഈ ഡീൽ ഡൺ ഡീലായി എന്ന തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നില്ല. അപ്പോൾ ഡീൽ ഓഫായോ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു അപ്രോപ്രിയേറ്റ് ഓഫർ വരികയാണെങ്കിൽ കിങ്സ്ലി കോമനെ കൊടുക്കാൻ ബയൺ മ്യൂണിക്ക് തയ്യാറാണ്. പക്ഷെ അവർക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുകയും വേണം. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അൽ നസർ ഒപ്റ്റിമിസ്റ്റിക്കാണ്. അടുത്ത ആഴ്ചയോടുകൂടിയൊക്കെ താരത്തെ പൂർണ്ണമായിട്ടും തങ്ങൾക്ക് ലഭിക്കുമെന്നവർ പ്രതീക്ഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫബ്രീസിയോ ഇക്കാര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തത്, കിങ്സ്ലി കോമൻസ് മൂവ് ടു അൽ നസർ ക്യാൻ ബി ഡൺ സൂൺ ആസ് സൗദി ക്ലബ് വെയിറ്റ്സ് ഫോർ ദി ഫൈനൽ ഗ്രീൻ ലൈറ്റ് ഫ്രം ബയൺ എന്നാണ്. കോമൻ ഓൾറെഡി സെഡ് യെസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോമൻ ഓൾറെഡി യെസ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി ബയണിൻ്റെ ഭാഗത്തു നിന്നൊരു ഫൈനൽ ഗ്രീൻ ലൈറ്റാണ് ലഭിക്കേണ്ടത്. ഏതായാലും ഇതിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പം 20 മില്യൺ യൂറോയാണ് ആദ്യം അൽ നസർ ഓഫർ ചെയ്തിരുന്നു, പിന്നെ 25 മില്യൺ യൂറോ ആയിട്ട് അപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതൊക്കെ നമുക്ക് ഡീല് ഫൈനലൈസ് ചെയ്തതിന് ശേഷം വിശദമായിട്ട് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നലെ വ്യാപകമായിട്ട് പ്രചരിച്ചൊരു വാർത്ത, ചില സ്പാനിഷ് മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയാണ്. ഫെറാൻ ടോറസ് അൽ നസറിലേക്ക് എന്ന തരത്തിൽ അൽ നസർ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. എന്നാൽ അത്തരത്തിലൊരു വാർത്തയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫബ്രീസിയോ അടക്കമുള്ളവർ ഇത് നിഷേധിക്കുന്നുണ്ട്. ഫബ്രീസിയോ പറഞ്ഞത്, സീറോ ടോക്സ്, നോ ഇൻട്രസ്റ്റ് ഓൺ ബോത്ത് സൈഡ്സ്. അൽ നസർ ആർ കോൺഫിഡൻറ്റ് ടു ഗെറ്റ് കിങ്സ്ലി കോമൻ ഡീൽ ഡൺ ഇൻ 24 or 48 hours ആസ് എ വിങ്ങർ അഡീഷൻ എന്നാണ്. സോ ഫെറാൻ ടോറസ് ടു അൽ നസർ എന്നുള്ളതിന് ഒരു സാധ്യതയുമില്ല. ഫെറാൻ ഈസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ബാഴ്സ എന്നാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. പിന്നെ അലയാൻഡ്രോ ഗർനാച്ചോയുടെ കാര്യം ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒന്നാണത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് അലയാൻഡ്രോ ഗർനാച്ചോ പോവുകയാണ് എന്ന കാര്യം വ്യക്തമായതാണ്. പക്ഷേ ഒരു ഫൈനൽ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. അതുപോലെ തന്നെ സാവി സിമോൺസിൻ്റെ കാര്യവും നിൽക്കുന്നുണ്ട്. സോ ഈ രണ്ട് ഡീലും നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഫബ്രീസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് ബെൻ ജേക്കബ്സ് ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലയാൻഡ്രോ ഗർനാച്ചോ പേഷ്യൻലി വെയിറ്റിംഗ് ഫോർ ഹിസ് മൂവ് ടു ചെൽസി ടു ഹാപ്പൻ ലേറ്റർ ഇൻ ദി വിൻഡോ എന്നാണ് ഫബ്രീസിയോ അവസാനമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ സംഗതി നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ അദ്ദേഹം വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ കാണേണ്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ എമി മാർട്ടിനസിൻ്റെതാണ്. എമി മാർട്ടിനസ് എങ്ങോട്ടേക്ക് മടുത്തു എന്ന തരത്തിലോ മറ്റോ അദ്ദേഹം സീസണിൻ്റെ അവസാനം ഒരു ജസ്റ്ററൊക്കെ കൊടുത്തിരുന്നല്ലോ. തന്നെ ആസ്റ്റൺ വില്ല വിടുകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പുതിയ ക്ലബ്ബ് ഏത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നു. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഘട്ടത്തിൽ ലോൺ ഓഫർ മുന്നോട്ടേക്ക് വെച്ചിരുന്നു എന്നല്ലാതെ ഇപ്പോൾ താരത്തിന് വേണ്ടി മറ്റാരും രംഗത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ആസ്റ്റൺ വില്ല വിട്ട് മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറുക എന്നുള്ള എമി മാർട്ടിനസിൻ്റെ ആ ഒരു ആഗ്രഹം സാധ്യമായേക്കില്ല എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു.
അതുപോലെ തന്നെ ഫുൾഹാം ഒരു ന്യൂ ഒഫീഷ്യൽ ബിഡ് ബ്രസീലിയൻ വിംഗറായിട്ടുള്ള കെവിനെ ഷാക്തർ ഡൊണസ്കിൽ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പ്രപ്പോസ്ഡ് ഡീൽ എന്ന് പറയുന്നത് 37 മില്യൺ യൂറോ പ്ലസ് ആഡ് ഓൺസ് എന്നാണ്. പക്ഷേ ഷാക്തർ പറയുന്നത് 50 മില്യൺ യൂറോ എങ്കിലും കിട്ടാതെ ബ്രസീലിയൻ താരത്തെ കൊടുക്കില്ല എന്നാണ്. സോ ബ്രസീലിയൻ താരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. യുക്രൈനിയൻ ക്ലബിൽ നിന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അതുപോലെ തന്നെ ഉള്ള ഒരു വാർത്ത കോനി ഡി വിൻ്ററിൻ്റെതാണ്. അദ്ദേഹം AC മിലാനിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇത് ഹിയർ വി ഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ഫബ്രിസിയോ അടക്കമുള്ളവർ വെർബൽ എഗ്രിമെൻറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ജിനോവയുമായിട്ട് നടന്നിട്ടുണ്ട്, പ്ലെയർ സൈഡിലും നടന്നിട്ടുണ്ട്. 20 മില്യൺ യൂറോയുടെ ഒരു പാക്കേജാണ് അദ്ദേഹം AC മിലാനിലേക്ക് അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു 13 മില്യൺ യൂറോയുടെ ഒരു ഓഫർ, ഫിക്സഡ് ഫീ പ്ലസ് ആഡ് ഓൺസ്, അത് അവർ കൊടുത്തിട്ടുള്ളത് മഗാസയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. AS മൊണോക്കോ പക്ഷേ 13 മില്യൺ പോരാ, 18 മില്യൺ പ്ലസ് ആഡ് ഓൺസ് വേണം എന്നാണ് പറയുന്നത്. സോ അത്ര കിട്ടുകയാണെങ്കിൽ കൊടുക്കാൻ അവർ തയ്യാറാണ്. നോട്ടിംഗ്ഹാം ഇനി അവരുടെ ഓഫർ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ PSG ബന്ധപ്പെട്ടിട്ടാണ്. PSG ഇല്യ സബർനിയെ സ്വന്തമാക്കും എന്നുള്ളത്. അദ്ദേഹം പാരീസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബേൺമൗത്തിൽ നിന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് ചേക്കേറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എല്ലാം സൈനിങ് ഒക്കെ കഴിഞ്ഞതാണ്. സോ അദ്ദേഹം PSG ചേക്കേറുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന 1-2 കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു സംശയം വേണ്ട, സാവിയോ ടു ടോട്ടനാം ഹോട്ട്സ്പർ എന്നുള്ളതാണ്. ഒപ്പം തന്നെ കിങ്സ്ലി കോമൻ ടു അൽ നസർ നടക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.